ഇനി നമ്മൾ ചേർത്തലയിലേക്ക് പോകണം. അവിടെ ബിന്ദു പത്മനാഭൻ തിരോധാനത്തിൽ നിർണായക നീക്കവുമായി അന്വേഷണ സംഘം. ബിന്ദു പത്മനാഭന്റെ സ്ഥലം സ്വന്തമാക്കിയ സതീഷിന്റെ വീട്ടിലും ഹോട്ടലിലും റെയ്ഡ് നടത്തിയ സംഘം ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു. സതീഷിന്റെ സഹോദരന്റെ മരണത്തിലും അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. സ്ഥലം ഇടപാടുമായി ബന്ധപ്പെട്ട് സതീശൻ ന്യൂസ് 18 നൽകിയ പ്രതികരണം ദുരൂഹത നിറഞ്ഞതായിരുന്നു. ആദ്യം നമുക്ക് ആ പഴയ ബൈറ്റ് നേരത്തെ സതീശൻ ന്യൂസ് 18 പറഞ്ഞത് കേൾക്കാം. പ്രോപ്പർട്ടി കാണാൻ വന്നപ്പോഴും ബിന്ദു ഇല്ല അല്ലേ? ബിന്ദു വീട്ടിലിരുന്നു, സെബാസ്റ്റിന്റെ വീട്ടിലിരുന്നു. ഞങ്ങൾ കണ്ട്. അന്നാ ഇതുപോലെ രജിസ്ട്രേഷൻ ഇല്ലല്ലോ. അന്നല്ല, ബിന്ദു വീട്ടിലുണ്ടെന്ന് സെബാസ്റ്റ്യൻ പറഞ്ഞതാണോ അതോ ചേട്ടൻ കണ്ടു? എന്റെ അടുത്ത് വന്നിട്ടല്ലേ അങ്ങോട്ട് പോയത്. സെബാസ്റ്റിന്റെ വീട്ടിലിരിക്കുമ്പോൾ സെബാസ്റ്റിന്റെ ഭാര്യ ഉണ്ടോ? അന്ന് ദിവസം എല്ലാം കഴിച്ചിട്ടില്ല. അതായത് പിറ്റേ ദിവസം രാവിലെ സെബാസ്റ്റ്യൻ കാറുമായിട്ട് വന്നിട്ടാണ് നമ്മൾ അമ്പലപ്പുഴ പോകണം. അന്നത്തെ ദിവസം സെബാസ്റ്റിന്റെ വീട്ടിൽ താമസിച്ചു ബിന്ദു. നിങ്ങൾ പ്രോപ്പർട്ടി കാണാൻ പോകുന്നതിന് തലേന്ന് ഇന്ന് വൈകുന്നേരം വന്നു. രാത്രി ആളെക്കില്ല. പിറ്റേ ദിവസം വെളുപ്പിനെ പോയി വന്നു, അഗ്രിമെന്റ് എഴുതിച്ചു. ഒന്നും തന്നെ കാശും കൊടുത്തു. നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ ആധാരമില്ലേ നിങ്ങളുടെ? അതൊക്കെ കോടതി സബ്മിറ്റ് ചെയ്തില്ലേ? അതിന് പിന്നെ കിട്ടിയില്ലേ? ഇല്ല. ഇപ്പൊ കേസുണ്ടോ അതിനകത്ത്? അത് ഞാൻ വിൽക്കുകയും ചെയ്തു. സ്ഥലം വിറ്റോ? പിന്നെ ഇല്ലേ. ആർക്ക് വിറ്റു? വക്കീലിന് തന്നെ കൊടുത്തു. കേസ് നടത്തി വക്കീലിനെ വിറ്റു. എനിക്കറിയാം ഇതിന്റെ പുറമെ ഇങ്ങനെയുള്ള ചോദ്യം വരില്ലേ. അത് രാമകൃഷ്ണ വക്കീലിന്റെ പേര് മേടിച്ചു. അങ്ങനെ അനിയനുണ്ടല്ലോ, ആ പുള്ളിയുടെ പേര് മേടിച്ചു. അതിനെ കുറിച്ച് അറിയുമോ? ആ സതീശന്റെ കേസ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കറിയാം. തീർച്ചയായും പറഞ്ഞു. വക്കീലിനെ മേടിച്ചു പ്രോപ്പർട്ടി. ഞാൻ മനഃപൂർവ്വം കൊടുത്തോ? അത് ലാഭം കിട്ടിയ? ലാഭം കിട്ടിയായിരുന്നു. സതീശൻ ഈ പ്രതികരണം നടത്തി. അതിന് പിന്നാലെയാണ് അന്വേഷണ സംഘം ഇത്തരത്തിൽ സതീഷിനെ കേന്ദ്രീകരിച്ചുള്ള നീക്കം ആരംഭിക്കുന്നത്. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, സതീശൻ അന്ന് പറഞ്ഞതിൽ അടിമുടി ദുരൂഹതയുണ്ടെന്ന് വ്യക്തമാണ്. മാത്രമല്ല, ബിന്ദു പത്മനാഭനെ അയാൾ നേരിട്ട് കണ്ടു എന്നൊക്കെ വളരെ വ്യക്തമായി വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ശരണ്യ ചോദിക്കുന്നുണ്ടല്ലോ രണ്ടാമത് എടുത്ത്. അപ്പോൾ കണ്ടിട്ടല്ലേ പോയതെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇത് വളരെ നിർണായകമല്ലേ ആ ബൈറ്റ്, പ്രത്യേകിച്ചും അന്വേഷണ സംഘത്തെ സംബന്ധിച്ച്? എൽദോ, ഈ കേസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ബിന്ദു പത്മനാഭന്റെ സ്വത്തുക്കൾ ഉൾപ്പെടെ വലിയ കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ ഉൾപ്പെടെ തട്ടിയെടുക്കപ്പെട്ടു എന്നുള്ളതാണ്. അതൊരു സെബാസ്റ്റ്യൻ എന്നുള്ള ഒരു കില്ലർ എന്നതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഒരു സീരിയൽ കില്ലർ എന്നതിനപ്പുറത്തേക്ക് മറ്റു പല തന്ത്രങ്ങളും ആ സ്ത്രീയുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ആദ്യഘട്ടത്തിൽ, അതായത് 2017 ഈ കേസ് എടുക്കുന്ന ഘട്ടത്തിൽ തന്നെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അതായത് അവരുടെ ഈ പറഞ്ഞ പോലെയുള്ള എറണാകുളത്തെ കണ്ണായ സ്ഥലങ്ങൾ, കോടികൾ വിലമതിക്കുന്ന ഇടപ്പള്ളിയിലുള്ള പ്രോപ്പർട്ടി ഉൾപ്പെടെ ബിന്ദു പത്മനാഭൻ പവർ ഓഫ് അറ്റോർണി സെബാസ്റ്റ്യൻ എഴുതി നൽകിക്കൊണ്ട് സെബാസ്റ്റ്യൻ അത് വിൽക്കാനുള്ള, ക്രയവിക്രയം നടത്താനുള്ള എല്ലാ അനുമതിയും നൽകിക്കൊണ്ടുള്ള പവർ ഓഫ് അറ്റോർണി ആയിരുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇതിനകത്ത് ഈ സതീശൻ പറയുന്ന കാര്യമുണ്ട്. ബിന്ദുവിന് പണം ആവശ്യമുള്ളത് കൊണ്ട് ബിന്ദു ആ സ്ഥലം വിൽക്കുന്നതിന് വേണ്ടി തന്റെ മുന്നിലേക്ക് വന്നു എന്നുള്ളതാണ്. ഡോക്യുമെന്റ്സ് തന്നെ കാണിച്ചു. അമ്പലപ്പുഴയിലെ പ്രോപ്പർട്ടി താൻ പോയി കണ്ടു. താൻ അത് വാങ്ങുന്നതിന് വേണ്ടിയുള്ള അഡ്വാൻസ് ചെയ്തു എന്നുള്ളതാണ് അയാൾ വ്യക്തമാക്കുന്നത്. അങ്ങനെ പണം ആവശ്യമുണ്ടെന്ന് പറഞ്ഞ ബിന്ദു പത്മനാഭൻ എന്തുകൊണ്ട് ആ സ്ഥലം പൂർണ്ണമായി എഴുതി പൂർണ്ണമായി തുക കൈപ്പറ്റുന്നതിനായി എത്തിയില്ല എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. മാത്രമല്ല, ബിന്ദു അവിടെ നിന്ന് പോയ അന്നത്തെ ദിവസം ബിന്ദു എത്തി തൻ്റെ ഹോട്ടലിന് മുന്നിൽ വന്നു, ലോഡ്ജിന് മുന്നിൽ വന്നു എന്ന് അയാൾ വ്യക്തമാക്കുന്നു. കാറിൽ ആണ് വന്നത്. കാറിൻ്റെ അകത്തിരിക്കുകയായിരുന്നു. സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നു. താൻ കണ്ടു. താൻ ആ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റ്സ് ബിന്ദുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയെന്ന് അയാൾ പറയുന്നു. ഒപ്പം തന്നെ പിന്നീട് ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യന്റെ വീട്ടിൽ പിറ്റേ ദിവസം രാവിലെയും താൻ കണ്ടു എന്നുള്ളതാണ്. അതായത് തലേദിവസം വന്ന ബിന്ദു സെബാസ്റ്റ്യന്റെ വീട്ടിൽ സ്റ്റേ ആയിരുന്നു എന്നുള്ളതാണ് അയാൾ വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ അത് കൂടാതെ ഇയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ബിന്ദു ഇല്ലാതെയാണ് ബിന്ദുവിന്റെ അമ്പലപ്പുഴയിലെ പ്രോപ്പർട്ടി കാണാനായി പോയത്. ബിന്ദുവിനോട് തങ്ങളോട് ഇവിടെ തുടരാനായി പറഞ്ഞു എന്നുള്ളതാണ്. ഒരുപക്ഷെ ബിന്ദു പത്മനാഭൻ അമ്പലപ്പുഴയിലെ ആ പ്രോപ്പർട്ടി കാണാനായി ചെന്നിരുന്നുവെങ്കിൽ ഉറപ്പായും ബിന്ദുവിന്റെ ബന്ധുക്കൾ അമ്പലപ്പുഴയിലുണ്ട്. ആ ബന്ധുക്കൾ ഉൾപ്പെടെ അറിഞ്ഞാണ് അമ്പലപ്പുഴയിലെ ഭൂമി വാങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെ അത് അവിടേക്ക് എത്തിപ്പെട്ടാൽ ഇത് അറിയുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയോ ഒരു തട്ടിപ്പുകൾ അല്ലെങ്കിൽ മറച്ചു വെക്കാൻ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. മാത്രമല്ല, പിന്നീട് ബിന്ദു ഈ സ്വത്തുക്കൾ വിൽക്കുന്നതുമായി ഈ ആദ്യം എഗ്രിമെന്റ് എഴുതുന്നു 2006
അതിനുശേഷം കൃത്യം 6 മാസം കഴിഞ്ഞപ്പോൾ താൻ പരാതി നൽകി എന്നുള്ളതാണ്. അതായത് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി, ആ എഗ്രിമെന്റിൽ നിന്നും ബാക്കി ഭൂമി തനിക്ക് അല്ലെങ്കിൽ ബാക്കി പണം നൽകി തനിക്ക് ഭൂമി വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഇടപാടുകൾക്കായി ബിന്ദുവിനെ ബന്ധപ്പെട്ടപ്പോൾ ബിന്ദുവിനെ ഫോണിൽ കിട്ടാതായി. പിന്നീട് ബിന്ദു ഇടയ്ക്ക് എന്നെ വിളിച്ചിരുന്നു എന്ന് സതീശൻ നമ്മളോട് പറയുന്നുണ്ട്. അത് എക്സ് എന്നൊക്കെ പറഞ്ഞ് ഏതോ ഒരു കോളിൽ നിന്നാണ് വിളിച്ചത് എന്നാണ്. അതായത് ഒരു ഇന്റർനെറ്റ് കോളാണ് എങ്കിൽ അതൊരു തലയും വാലും ഇല്ലാത്ത അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയാത്ത ഒരു കോള് എന്നുള്ള രീതിയിൽ തന്നെയാണ് അയാൾ നമ്മളോട് പറയുന്നത്. അങ്ങനെ ഒരു നമ്പറിൽ നിന്നും തന്നെ വിളിച്ചു എന്നുള്ളത് അയാൾ സ്ഥിരീകരിക്കുന്നുണ്ട്. മാത്രമല്ല അയാൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സെബാസിന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു എന്ന് തനിക്കറിയാം എന്ന് അയാൾ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സ്ത്രീകളെ പറ്റിച്ചും ഒക്കെ ഉണ്ടാക്കിയ അല്ലെങ്കിൽ കബളിപ്പിച്ചും ഒക്കെ ഉണ്ടാക്കിയ സ്വത്തുക്കളെ ഉള്ളൂ എന്ന് പറയുമ്പോൾ സെബാസ്റ്റ്യൻ ഇങ്ങനെ ഒരു ഡീലുമായി വന്നപ്പോൾ ഒട്ടും സംശയം ഇയാൾക്ക് തോന്നിയില്ല എന്നുള്ളത്. കാരണം വർഷങ്ങളായി സെബാസ്റ്റിനെ അറിയാവുന്ന ഒരാളാണ്. മാത്രമല്ല ഈ ബിന്ദുവിനെ ഈ പ്രോപ്പർട്ടിയുടെ ഉടമയായി ബിന്ദുവിനെ കാണാതാകുകയും ബിന്ദു അന്ന് ഫോണിൽ ഈ പറഞ്ഞ എക്സ് എന്നൊക്കെ പറഞ്ഞ നമ്പറിൽ നിന്ന് വിളിച്ച് ബിന്ദു കോൺടാക്ട് ചെയ്തു എന്ന് പറയുന്ന സമയത്ത് ബിന്ദു ഇയാളോട് പറഞ്ഞു എന്ന് പറഞ്ഞൊരു മറുപടി ഉണ്ട്. അതായത് ഞാൻ വന്നില്ലെങ്കിലും ഭൂമി എങ്ങനെ എഴുതി വാങ്ങണം എന്നുള്ളത് സംബന്ധിച്ച് നിങ്ങൾക്കറിയില്ലേ എന്നുള്ള മറുപടിയാണ് ബിന്ദു നൽകിയത്. അതായത് പണം ആവശ്യപ്പെട്ട് വരുന്ന ബിന്ദു ഈ തുച്ഛമായ പണം വാങ്ങി സ്വന്തം സ്ഥലം അയാൾക്ക് എങ്ങനെയെങ്കിലും എഴുതിയെടുക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ എന്നുള്ള രീതിയിൽ മറുപടി പറഞ്ഞു പോയെന്ന അവിശ്വസനീയമായ ഒരു വിശദീകരണമാണ് ഈ സതീശന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭ്യമായത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ അയാൾ പറയുന്നു കോടതിയിൽ പോയാൽ എക്സ്പാർട്ടി വിധിയായാണ് ആ കേസ് കിട്ടിയിരിക്കുന്നത്. അതായത് പ്രതിഭാഗത്ത് നിൽക്കുന്ന ബിന്ദു പത്മനാഭൻ കോടതിയിൽ ഹാജരായിട്ടേ ഇല്ല. അതോടുകൂടി ഈ കേസിൽ പ്രതിഭാഗത്തുള്ള ആൾ ഹാജരാകപ്പെടാതായതോടുകൂടി അതൊരു എക്സ്പാർട്ടി വിധിയായി ഇവർക്ക് സതീശന് അനുകൂലമായ പ്രോപ്പർട്ടി കിട്ടുകയാണ്. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഈ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥാവകാശത്തിലേക്ക് വരുന്ന ഘട്ടത്തിൽ തന്നെ ഇയാൾ ആ പ്രോപ്പർട്ടി ആ കേസ് വാദിച്ച ആൾക്ക് തന്നെ അഭിഭാഷകൻ, ആലപ്പുഴയിലെ പ്രമുഖ അഭിഭാഷകന്റെ സഹോദരന് തന്നെ, കേസ് വാദിച്ച അഭിഭാഷകന്റെ സഹോദരന് തന്നെ അത് വിറ്റു എന്നുള്ളതാണ്. അതിന് വേണ്ടി അപ്പോൾ ഇത് തങ്ങളുടെ കയ്യിലിരുന്നാൽ പ്രശ്നമാകുമെന്നും ഇത് മറ്റൊരു രീതിയിലേക്ക് എത്രയും പെട്ടെന്ന് കൈമാറ്റം ചെയ്യപ്പെടണം എന്നുള്ള രീതിയിലുള്ള ഒരു ഇന്റൻഷൻ അതിനകത്ത് നടന്നോ എന്നുള്ളത് കൃത്യമായ സംശയം ഉളവാക്കുന്ന രീതിയിലാണ് ഈ ഇടപാടുകളൊക്കെ നടന്നിട്ടുള്ളതെന്ന് വ്യക്തമാണ്. മാത്രമല്ല സെബാസ്റ്റ്യൻ ഈ സതീശനുമായി ബന്ധപ്പെട്ട മറ്റൊരു ദുരൂഹത കൂടിയുണ്ട്. എന്ന് വെച്ചാൽ സതീശന്റെ സഹോദരൻ ജയദേവൻ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യനെതിരെ വലിയ ആരോപണം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. സെബാസ്റ്റ്യൻ ഈ സതീശന്റെ സഹോദരൻ ജയദേവന് അവിടുത്തെ തന്നെ ഒരു കുടുംബക്ഷേത്രത്തിന്റെ ട്രസ്റ്റിയായി ജോലി ഉണ്ടായിരുന്ന ഒരാളാണ്. അന്ന് മാത്രമല്ല അദ്ദേഹം ഇവിടെ ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനുമായിരുന്നു. അദ്ദേഹത്തിന്റെ കോടിക്കണക്കിന് രൂപ ഈ അമ്പലത്തിന്റെ ഉൾപ്പെടെയുള്ള പണം റിയൽ എസ്റ്റേറ്റിലേക്കായി ഉപയോഗപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അവസാനം ഈ ജയദേവൻ എന്ന് പറഞ്ഞ വ്യക്തിയെ പിന്നീട് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിലാണ് കാണപ്പെടുന്നത്. മരണപ്പെടുന്നതിന്റെ തലേ ദിവസം സെബാസ്റ്റ്യനും ജയദേവനും ഒരുമിച്ച് ചേർത്തലയിലെ ബാറിലിരുന്ന് മദ്യപിച്ചു എന്നുള്ളത് അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ പിറ്റേ ദിവസമാണ് ജയദേവൻ മരണപ്പെട്ടത്. പക്ഷേ സ്വന്തം സഹോദരന്റെ മരണത്തെ സംബന്ധിച്ച് ഉൾപ്പെടെ ആക്ഷേപം നിലനിൽക്കുന്ന ഒരാൾക്കെതിരെ നമ്മൾ ആദ്യം സെബാസ്റ്റ്യനെ കുറിച്ച് എന്താണ് തോന്നുന്നത്, സെബാസ്റ്റ്യൻ ഇതൊന്നും ചെയ്തതായി താൻ കരുതുന്നില്ല എന്നുള്ള ഒരു മറുപടിയാണ് സതീശന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ആദ്യം കിട്ടുന്നത്. അതായത് സെബാസ്റ്റ്യനെ അത്ര കണ്ട് സെബാസ്റ്റ്യൻ ഇതൊന്നും ചെയ്യുന്ന ആളല്ല, അല്ലെങ്കിൽ വെള്ള പൂശുന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് നമ്മുടെ ഓരോ ചോദ്യങ്ങളിലും ഒക്കെ കടക്കുന്ന ഘട്ടത്തിലാണ് സതീശൻ അങ്ങനെയല്ല, സെബാസ്റ്റ്യൻ സ്ത്രീകളെ തട്ടിച്ച് പണം ഉണ്ടാക്കുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുകയും ബിന്ദു ജീവിച്ചിരിപ്പുണ്ടാകില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റിലേക്ക് അയാൾ എത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പറയുന്ന വ്യക്തികളൊക്കെ തമ്മിൽ ഇവർക്കൊക്കെ എന്തൊക്കെയോ രഹസ്യങ്ങൾ അറിയാമെന്നുള്ള സൂചന ഇവരുടെയൊക്കെ വാക്കുകളിൽ നിന്ന് ലഭ്യമാണ്. എന്തായാലും ജൈനമ്മ തിരോധാന കേസ് ഉണ്ടായ സമയത്ത് തന്നെ കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം ഇദ്ദേഹത്തിന്റെ അതായത് സതീശന്റെ വീട്ടിലെത്തിയിരുന്നു. അതിനുശേഷം പിന്നീട് ഇപ്പോൾ ഇന്നലെ വൈകിട്ടോടുകൂടി ചേർത്തല പോലീസ് സതീശന്റെ ഹോട്ടൽ റെയ്ഡ് ചെയ്തിട്ടുണ്ട്, ലോഡ്ജ് റെയ്ഡ് ചെയ്തിട്ടുണ്ട്, വീട്ടിൽ പരിശോധന നടത്തി സതീശന്റെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ചേർത്തല കേസ് അന്വേഷിക്കുന്ന ഐഷ തിരോധാന കേസാണ് ചേർത്തല സ്റ്റേഷനിൽ അന്വേഷിക്കുന്നത്. ബിന്ദു പത്മനാഭൻ കേസ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചുമാണ്. ഈ രണ്ട് കൂട്ടരും ഇയാളിൽ നിന്ന് വിശദാംശങ്ങൾ തേടി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ കേസിൽ ഈ ആളുകളെയൊക്കെ വെട്ടത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ കേസുകളെല്ലാം ഇന്റർ കണക്റ്റഡ് ആണെന്നും ഇതിനകത്തൊക്കെ ലിങ്കായി ഇയാളുണ്ട് എന്നുള്ള സംശയമുണ്ടോ അന്വേഷണ സംഘത്തിന്? പ്രത്യേകിച്ചും ഇപ്പൊ ചേർത്തല പോലീസും ക്രൈംബ്രാഞ്ചും വിവിധ കേസുകൾ അന്വേഷിക്കുന്നവർ ഇയാളെ കേന്ദ്രീകരിച്ച് ഒരു പരിശോധനയും തുടരന്വേഷണവും നടത്തുന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഇന്റർലിങ്ക് ഒരു ബന്ധം അതിലുണ്ട് എന്ന് സംശയിക്കേണ്ടതല്ലേ?
പക്ഷേ ഇവര് നമ്മൾ ആ പ്രദേശത്ത് നടത്തിയ അന്വേഷണത്തിൽ പോലീസും ഒക്കെ നമ്മളോട് സ്ഥിരീകരിക്കുന്നത് ഈ മരണപ്പെട്ട സതീഷിന്റെ സഹോദരൻ ജയദേവൻ, സതീഷിനൊക്കെ സെബാസ്റ്റ്യനുമായി നിരന്തരം കാറിൽ സഞ്ചരിച്ചിരുന്ന ആളുകളാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ സതീഷ് നമ്മളോട് പറഞ്ഞത് ഈ സഹോദരന്റെ മരണത്തിന് ശേഷം സെബാസ്റ്റ്യനുമായി ഒരു ബന്ധവുമില്ലെന്നാണ്. പക്ഷേ പിന്നെ എങ്ങനെയാണ് മറ്റു കേസുകളിലേക്ക് വരുമ്പോഴത്തേക്കും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് എൽദോ, ബിന്ദു ഈ ജയനമ്മ തിരോധാന കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘം സതീഷിന്റെ അടുത്തെത്തി. ഇപ്പോൾ ചേർത്തല പോലീസ് എത്തി, ക്രൈംബ്രാഞ്ച് സംഘവും വിശദാംശങ്ങൾ തരുന്നു. അപ്പോൾ ഇവരെല്ലാവരും കണക്റ്റഡ് ആയി സതീഷിൽ നിന്നും കാര്യങ്ങൾ അത്. അപ്പോൾ എന്തൊക്കെയോ സംശയങ്ങൾ അന്വേഷണ സംഘത്തിന് സതീഷിനെ ചുറ്റിപ്പറ്റി നമ്മൾക്ക് തോന്നുന്ന അല്ലെങ്കിൽ ക്ലാരിറ്റി വരുത്തേണ്ട, ഇപ്പോഴും അയാൾ പറയുന്നതിൽ ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. ഒന്ന് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് ഇതിനകത്ത് കൃത്യമായ ഒരു ഇൻവോൾവ്മെന്റ് ഈ ബിന്ദു എന്ന സ്ത്രീയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ബിന്ദുവിന്റെയും പ്രവീണിന്റെയും 3 ഏക്കറോളം വരുന്ന അവർക്ക് രണ്ടുപേർക്കും അവകാശപ്പെട്ട ഭൂമിയാണ് വളരെ പെട്ടെന്ന് മറ്റുള്ളവരുടെ കൈകളിലേക്ക് പോയത് എന്നുള്ളതാണ്. ഭൂമി വാങ്ങിയിരിക്കുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥർ വാങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ സെബാസ്റ്റ്യന്റെ പേരിലേക്ക് പല ഇപ്പോൾ ഇടപ്പള്ളിയിലെ ഭൂമി എന്ന് പറഞ്ഞാൽ ഇടപ്പള്ളി പ്രധാന റോഡിലെ ഭൂമിയാണ്. അതൊക്കെ കോടികൾ വിലമതിക്കുന്ന ഭൂമിയാണ്. അപ്പോൾ അത്രയും സ്ഥലങ്ങൾ ഇയാളിലേക്ക് പോകുമ്പോൾ അവിടെ ആധാരെഴുത്ത് ഓഫീസിൽ ഹാജരാകുന്നത്, രജിസ്ട്രേഷൻ ഓഫീസിൽ ഹാജരാകുന്നത് മറ്റൊരു സ്ത്രീയാണ്. മാത്രമല്ല ഈ രജിസ്ട്രേഷന് വേണ്ടിയുള്ള ഡോക്യുമെന്റ്സ്, വ്യാജ SSLC ബുക്കിന്റെ പകർപ്പ്, അറ്റസ്റ്റഡ് കോപ്പി, ഒപ്പം തന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, ഇതെല്ലാം അവിടെ എത്തുന്നെങ്കിൽ ഇതിനകത്ത് ഈ ലാൻഡ് മാഫിയയുടെ ഒരു ഇടപെടൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്തായാലും സതീശനും സെബാസ്റ്റ്യനും തമ്മിൽ ഭൂമി ഇടപാടുകൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിനകത്ത് ഇതിൽ എന്തൊക്കെ ഇൻവോൾവ്മെന്റ് ഉണ്ട്? ഇനി ബിന്ദുവിന്റെ തിരോധാനത്തിൽ സതീശന് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുമോ? ഇപ്പോൾ സതീശൻ പറയുന്നത് 2006 ഈ സംഭവം ബിന്ദുവിനെ കാണുന്നതെന്നാണ്. പക്ഷേ 2005 മെയ് തൊട്ട് ബിന്ദു അബ്സ്കോണ്ടിങ് ആണ്, അല്ലെങ്കിൽ ബിന്ദു ജീവനോടെ ഇല്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു വിലയിരുത്തൽ. അങ്ങനെയാണെങ്കിൽ ഈ സതീശൻ എങ്ങനെ കണ്ടു, അല്ലെങ്കിൽ സെബാസ്റ്റിന്റെ വീട്ടിൽ കണ്ടു, സംശയാസ്പദമായി ഒന്നും തോന്നിയില്ലേ എന്നൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. മറ്റൊന്ന്, സതീശൻ നേരത്തെ തന്നെ മോൺസൺ മാവുങ്കൽ കേസിൽ മോൺസൺ മാവുങ്കലിന് ബ്യൂട്ടി പാർലർ, നമുക്കറിയാം വിവാദമായ ആ ഒരു ബ്യൂട്ടി പാർലർ പ്രവർത്തിച്ചിരുന്നത് ഈ സതീഷിന്റെ ലോഡ്ജിലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ഈ സതീഷിനുമായി ബന്ധപ്പെട്ട് ഒരു നോർത്ത് ഇന്ത്യൻ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട ചില അന്വേഷണങ്ങൾ പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ സതീശന്റെ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മറ്റെന്തൊക്കെയോ പെൺവാണിഭ ഇടപാടുകൾ ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു, അതിന് മറ്റ് ആളുകൾ അതിനകത്ത് കണക്റ്റഡ് ആണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പോലീസ് വളരെ സീരിയസ് ആയിട്ടാണ് ഈ കാര്യത്തെ നോക്കി കാണുന്നത്. സതീശനെ ഇന്നലെ ചേർത്തല പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി, ഈ റെയ്ഡുകൾ പരിശോധനകൾക്ക് ശേഷം ചേർത്തല പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യൽ നടത്തിയിട്ടുണ്ട്. സതീശൻ പറഞ്ഞൊരു കാര്യം, ഈ ബിന്ദുവിന് വേണ്ടിയുള്ള ഭൂമി എഴുതിയെടുത്തപ്പോൾ കോടതിയിൽ കെട്ടിവെച്ച പണം ബിന്ദു പത്മനാഭൻ പിന്നീട് വന്ന് വാങ്ങിക്കൊണ്ട് പോയി. 2007 കേസ് ആക്റ്റീവായി കേസ് പോകുന്നത്. അതിനുശേഷം 4 വർഷത്തിന് ശേഷം അനുകൂല വിധി ഉണ്ടാകുന്നു. അനുകൂല വിധി ഉണ്ടായ ശേഷം പണം കെട്ടിവെച്ച തുക ബിന്ദു വാങ്ങിയിട്ടുണ്ട്, ബിന്ദു വാങ്ങിക്കൊണ്ട് പോയെന്നാണ് അഭിഭാഷകൻ തന്നോട് പറഞ്ഞു എന്നുൾപ്പെടെയുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മളുടെ കയ്യിൽ പുള്ളി പറയുന്നതായുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ബിന്ദു 2005 ശേഷം മരണപ്പെട്ടു എന്ന് അന്വേഷണ സംഘം പറയുമ്പോൾ ഇവരെങ്ങനെയാണ് മാറ്റി മറ്റൊരു കാര്യം അവതരിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. എന്തായാലും നേരത്തെ ബിന്ദു പത്മനാഭൻ തിരോധാനം എന്ന് പറയുന്നത് ഒരു യുവതിയുടെ മിസ്സിംഗ് കേസിന് അപ്പുറത്തേക്ക് അവരുടെ സ്വത്തുക്കൾ തട്ടിയെടുത്ത കേസ് കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എത്തി നിൽക്കുന്നത് 4 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അതിൽ 3 സ്ത്രീകളും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെ അന്വേഷണ സംഘം അനുമാനിക്കുന്ന ഒരു വ്യക്തിയുടെ കേസായാണ് സെബാസ്റ്റിന്റെ കേസ് ഇപ്പോൾ നിൽക്കുന്നത്. അത് വളരെ ഗൗരവമുള്ള കേസാണ്. ആ ഗൗരവത്തോടു കൂടി തന്നെയാണ് അന്വേഷണ സംഘം ഇതിനെ കാണുന്നത്. കൂടുതൽ ആളുകൾ ചോദ്യം ചെയ്ത് ഇവരെയൊക്കെ റിപ്പീറ്റ് ചെയ്ത്, അതായത് നമുക്കറിയാമല്ലോ ആദ്യഘട്ടത്തിൽ ഈ കേസ് ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് അന്വേഷണ സംഘം വളരെയധികം അത് ഈ ഒരു മോശം അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ആദ്യത്തെ അന്വേഷണ സംഘം സാമ്പത്തികമായി തന്നെ നേട്ടം കൈവരിച്ചുകൊണ്ട് അത് ഈ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ വലിയ വെല്ലുവിളി ഇപ്പോഴത്തെ അന്വേഷണ സംഘം നേരിടുന്നുണ്ടെങ്കിൽ പോലും ഇവർക്ക് എന്തായാലും അതിനകത്ത് ഇപ്പോൾ സെബാസ്റ്റ്യനെ ബിന്ദു പത്മനാഭൻ കേസ് മർഡർ കേസായിട്ട് കൺവേർട്ട് ചെയ്തെങ്കിലും കസ്റ്റഡിയിൽ എടുക്കുന്നതിന് ഉൾപ്പെടെയുള്ള തെളിവുകൾ അവർക്ക് തേടിയേ കഴിയൂ. അതിനുവേണ്ടിയുള്ള ഇതിലാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ സതീഷിന് അറിയാം എന്നുള്ള കണക്കുകൂട്ടലിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. റൈറ്റ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരണ്യ സൂചിപ്പിച്ചതുപോലെ നിസാരക്കാരനല്ല സതീഷിനെന്ന് വ്യക്തമാവുന്നുണ്ട്. അയാൾക്ക് എന്തൊക്കെയോ അറിയാം, അയാളുടെ സംസാരത്തിൽ നിഗൂഢതയുണ്ട്, അയാൾ പറയുന്ന പല കാര്യങ്ങളും
കാര്യങ്ങൾ സംശയകരവുമാണ്. അതാണ് അന്വേഷണ സംഘവും ആ തരത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതും അയാളെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ വേണ്ടി ചോദ്യം ചെയ്യുന്നതും. തിരികെ തമ്മിയുടെ വേളയ്ക്ക് ശേഷം.